الحمد لله رب العالمين نحمده حق حمده ونثني عليه الخير كله كما ينبغي لجلال وجهه وعظيم سلطانه وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സാമൂഹികമായി നിർവഹിക്കുന്നതിന് വേണ്ടി ചില കൽപ്പനകൾ, അതല്ലെങ്കിൽ സാമൂഹികമായി നാം നിർവഹിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച ധാരാളം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് മുസ്ലിം ഉമ്മത്ത് എപ്പോഴും സംഘടിതമായി നിലകൊള്ളണം എന്നത്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഈ ഉമ്മത്ത് ഛിദ്രിക്കാതെ, തർക്കങ്ങളില്ലാതെ ഐക്യത്തോടുകൂടെ നിലകൊള്ളണം എന്നത് നിരന്തരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിലൂടെയും അന്തിമദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉത്ബോധനങ്ങളിലൂടെയും നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ വിശ്വാസികളെ, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ, ആ പഞ്ചസ്തംഭങ്ങളിൽ നാം നിർവഹിക്കുന്ന മിക്ക ആരാധനാ കർമ്മങ്ങളും സംഘടിതമായിട്ടാണ് നാം നിർവഹിക്കുന്നത്. സംഘടിതമായി നിലകൊള്ളേണ്ടതിന്റെയും വിശ്വാസികൾ തമ്മിൽ ഒരുമയോടുകൂടെ നിലനിൽക്കേണ്ടതിന്റെയും ആവശ്യകത സൂചിപ്പിക്കുകയാണ് ഇസ്ലാമിന്റെ ഓരോ കർമ്മങ്ങളിലൂടെയും അധ്യാപനങ്ങളിലൂടെയും. ഒരൊറ്റ ഉദാഹരണം മാത്രം നിങ്ങൾ എടുത്തു നോക്കൂ. 5 നേരങ്ങളിലുള്ള നമസ്കാരങ്ങൾ പുരുഷന്മാർ നിർബന്ധമായും അള്ളാഹുവിന്റെ ഭവനങ്ങളിലെത്തി സംഘമായി നിർവഹിക്കുകയാണ്. അതിന്റെ പ്രാധാന്യവും പ്രത്യേകതയും എത്രത്തോളമാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. മാത്രവുമല്ല, 5 നേരങ്ങളിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ നാം ഓതിക്കൊണ്ടിരിക്കുന്ന 17 തവണ നിർബന്ധമായി നാം ഓതുന്ന സൂറത്തുൽ ഫാത്തിഹ, ആ സൂറത്തുൽ ഫാത്തിഹയിലെ
പ്രാർത്ഥനകൾ, അതല്ലെങ്കിൽ ആ സൂറത്തുൽ ഫാത്തിഹയിലെ അവസാനം വാക്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അതിന്റെ ആശയത്തെക്കുറിച്ച്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, വിശ്വാസികൾ തമ്മിലുള്ള ബന്ധമാണത് സൂചിപ്പിക്കുന്നത്. എന്താണ് അത് അറിയിക്കുന്നത്? ഞാൻ നിന്നോട് സഹായം തേടുന്നു, അതല്ലെങ്കിൽ ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നല്ല. ഞങ്ങളെല്ലാവരും നിന്നെ മാത്രമാണ് ആരാധിക്കുന്നത്, ഞങ്ങളെല്ലാവരും നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത്. നോക്കൂ നിങ്ങൾ, ആ സംഘബോധത്തിന്റെ, ആ ഐക്യത്തിന്റെ, ഒരുമയുടെ സന്ദേശമാണ് അവിടെ നൽകുന്നത്. ഇനി നമ്മളൊക്കെ വീട്ടിൽ പോയി സുന്നത്ത് നമസ്കാരങ്ങളോ മറ്റോ ഒറ്റയ്ക്ക് നമസ്കരിക്കുകയാണെങ്കിലും അവിടെ സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് അല്ലാഹുവേ, നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു എന്ന് മാറ്റി ഓതാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. ആ നമസ്കാരത്തിൽ തന്നെ നിങ്ങൾ നോക്കൂ, നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമസ്കാരത്തിന്റെ റുക്നുകളിൽപ്പെട്ടതാണ് തശഹുദ്. തശഹുദ് നിർവഹിച്ചിട്ടില്ല എങ്കിൽ നമസ്കാരം ബാത്തിലായി പോകും. ആ തശഹുദിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന അത്തഹിയാത്തു വൽ മുബാറകാത്തു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അസ്സലാമു അലൈനാ, ഞങ്ങളുടെ മേൽ അല്ലാഹുവേ നിന്റെ സമാധാനം നീ വർഷിപ്പിക്കണമേ. കഴിഞ്ഞിട്ടില്ല. വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ, സാലിഹീങ്ങളാകുന്ന സർവ്വ അടിമകളുടെ മേലും നിന്റെ സഹായം നീ വർഷിപ്പിക്കണമേ, നിന്റെ സമാധാനം അവർക്ക് നീ നൽകണമേ. ഇങ്ങനെ എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യാതെ ഒരാൾ നമസ്കാരം അവസാനിപ്പിക്കുകയാണെങ്കിൽ അവന്റെ നമസ്കാരം കബൂലല്ലെന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. ആലോചിച്ചു നോക്കൂ. അപ്പൊ അത്രമാത്രം ഒന്നിച്ച് നിലകൊള്ളാനും ഐക്യത്തോടുകൂടെ നിലകൊള്ളാനും പഠിപ്പിച്ച മതമാണ് അത്. മുസ്ലിമീങ്ങളൊക്കെ ഐക്യത്തോടെ നിന്നാൽ അവർക്ക് സംഘടിതമായ ശാക്തീകരണം ലഭിക്കും എന്നതുകൊണ്ട് കൽപ്പിക്കപ്പെട്ട കാര്യമല്ല അത്. മറിച്ച് ഓരോ വ്യക്തിയും നിർബന്ധമായും പാലിക്കേണ്ട ഒരു കാര്യമാണ്. ഛിദ്രതയുണ്ടാക്കുന്ന, അനൈക്യമുണ്ടാക്കുന്ന ഒരു കാര്യവും ഒരാളും ചെയ്യാൻ പാടില്ല എന്നതിന്റെ ശക്തമായ സൂചനകളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഇസ്ലാം നമുക്ക് നൽകുന്നത്. ധാരാളം വചനങ്ങൾ ആമുഖമായി ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച വചനം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് സംഘമായി നിലകൊള്ളേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു ആലു ഇമ്രാനിലെ 103-ാമത്തെ വചനമാണ് ആമുഖമായി ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. അവിടെ അല്ലാഹ് പറയുന്നത് നോക്കൂ. വഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണേ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിന്റെ കയറിനെ മുറുകെ പിടിക്കണേ. വലാ തഫറഖൂ, നിങ്ങൾ ചിന്നിച്ചു പോകരുത്, ഛിദ്രിച്ചു പോകരുത്. 2 പ്രാവശ്യം ആവർത്തിച്ച് പറയണം. ആയത്തിന്റെ ശൈലി നോക്കൂ. വഅതസിമൂ ബിഹബിലില്ലാഹ്, അല്ലാഹുവിന്റെ കയറിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. എന്നിട്ട് അല്ലാഹ് പറയാണ്, ആരെങ്കിലും പിടിച്ചാൽ പോരാ, നിങ്ങൾ എല്ലാവരും ജമീഅ, ഈ ഉമ്മത്തിലെ ഓരോ വ്യക്തിയും, പണ്ഡിതനും സാധാരണക്കാരനും, സ്ത്രീയും പുരുഷനും എല്ലാവരും ഒന്നിച്ച് മുറുകെ പിടിച്ച് ഒരുമയോടെ നിലകൊള്ളണേ. എന്നിട്ട് അല്ലാഹ് വീണ്ടും പറയാണ്, വലാ തഫറഖൂ, നിങ്ങൾ ഛിദ്രിച്ചു പോകരുത്, ഭിന്നിച്ചു പോകരുത്. അല്ലാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅ. നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹത്തെ ഓർക്കണേ മുഅ്മിനീങ്ങളെ. നിങ്ങളുടെ ഗതകാല ചരിത്രത്തിൽ ഒരുമയുടെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്തമമായ ഒരു ഉദാഹരണമുണ്ട്. നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. നൂറ്റാണ്ടുകളോളം തമ്മിൽ പോരടിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഔസിന്റെയും ഖസറജിന്റെയും ഒരു ചരിത്രമുണ്ട്, അറബികളുടെ ഒരു ചരിത്രമുണ്ട്. എല്ലാ നിലക്കും ഛിദ്രിച്ച് പോരാടിയിരുന്ന, ഭിന്നിച്ചു പോയിരുന്ന ഒരു സമൂഹം, ഹൃദയങ്ങൾ അങ്ങേയറ്റം അകന്നുപോയിരുന്ന ഒരു കാലഘട്ടം. എന്നിട്ട് അല്ലാഹ് പറയാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കാൻ ഒരുങ്ങിയപ്പോൾ ഫഅല്ലഫ ബൈന ഖുലൂബികും ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാനാ. അല്ലാഹു നിങ്ങളുടെ ഹൃദയങ്ങളെ യോജിപ്പിക്കുകയും ഒരുമിപ്പിക്കുകയും കൂട്ടിയിണക്കുകയും അവന്റെ അനുഗ്രഹത്താൽ നിങ്ങളെ ഏകോദര സഹോദരങ്ങളാക്കി മാറ്റുകയും ചെയ്തില്ലേ? മുഹാജിറിന്റെയും അൻസാറിന്റെയും ചരിത്രം ഇസ്ലാമിക ലോകത്ത് തന്നെ സമാനതകളില്ലാത്ത ചരിത്രമാണ്.
ലോകത്ത് തന്നെ ആ ഒരുമക്കും സാഹോദര്യത്തിനും സമാനതകൾ നമുക്ക് കാണാൻ സാധ്യമല്ല. അല്ല പറയാണ് എന്നിട്ട് വകുൻതും അലാ ശഫാ ഹുഫറത്തിൻ മിനൻ നാരി ഫഅൻഖദകും മിൻഹാ, നിങ്ങൾ അഗ്നിയിലേക്ക്, ഒരു തീ കുണ്ടാരത്തിലേക്ക്, നരകത്തിലേക്ക് എടുത്തു ചാടാൻ വേണ്ടി കാത്തിരുന്നൊരു ജനതയായിരുന്നു. നിങ്ങളെ അതിൽ നിന്ന് ഞാൻ രക്ഷിച്ചില്ലേ? അപ്രകാരമാണ് എന്റെ ആയാത്തുകൾ, എന്റെ ദൃഷ്ടാന്തങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത്. അല്ല പറയണം, ആയത്തൊന്ന് നോക്കൂ. നമ്മുടെ ഹൃദയങ്ങളെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു വചനമാണിത്. അല്ല പറയാണ്, ഭിന്നിച്ചു പോകരുത്, നിങ്ങൾ ദുർബലരാകും, നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തും, പിന്നീട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ ലോകത്ത് ഭീരുക്കളായി മാറും, നിങ്ങൾ ബലഹീനരായി മാറും, ശത്രുക്കൾ നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തും. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിന്റെ അടിത്തറയാണിത്. സൂറത്തുൽ അൻഫാലിലെ 46-ാമത്തെ വചനം അല്ല പറയുന്നു, വഅതിഉല്ലാഹ വറസൂലഹു, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണേ. വലാ തനാസഉ, നിങ്ങൾ ഭിന്നിക്കരുത്. ഫതഫ്ശലു, അപ്പോഴെന്താണ് സംഭവിക്കുക? നിങ്ങൾ ഭീരുക്കളാകും, നിങ്ങൾ ബലഹീനരാകും. വതദ്ഹബ റീഹകും വതദ്ഹബ റീഹുകും, നിങ്ങളുടെ കാറ്റ് പോകും, നിങ്ങളുടെ ശൗര്യവും വീര്യവും എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ക്ഷമയോടെ ഐക്യത്തോടെ നിങ്ങൾ നിലകൊള്ളണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്തും പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഐക്യപ്പെടേണ്ടത്? എങ്ങനെയാണ് മുഅ്മിനീങ്ങൾ ഒത്തൊരുമയോടുകൂടെ നിൽക്കേണ്ടത്? അതിനുള്ള മാനദണ്ഡം എന്താണ്? മുസ്ലിം ഉമ്മത്തെ ഐക്യപ്പെടാനുള്ള മാനദണ്ഡം എന്തായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? അതാണ് അല്ലാഹ് പറഞ്ഞത്, വഅതസിമു ബിഹബിലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബിലിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. എന്താണ് ഹബില് എന്ന് പറഞ്ഞാൽ? കയർ. എന്താണ് അല്ലാഹുവിന്റെ കയർ? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പല രൂപത്തിലുള്ള വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഇസ്ലാമാണത്, അല്ലാഹുവിന്റെ കൽപ്പനകളാണത്, അങ്ങനെ പല രൂപത്തിലുള്ള വിശദീകരണങ്ങളുണ്ട്. പക്ഷേ എല്ലാ വിശദീകരണങ്ങളും എടുത്തു നോക്കിയാലും അതിന്റെ സാരാംശം ഒന്ന് തന്നെയാണ്. അതിലേറ്റവും ഭൂരിഭാഗം പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം എന്താണെന്നറിയുമോ? ഹബിലുല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ ഖുർആനാണ്, അല്ലാഹുവിന്റെ കിതാബാണ്. ഹുവ ഹബലുല്ലാഹിൽ മംദൂദ് മിനസ് സമാഇ ഇലൽ അർദ്, വാനലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രഭയുടെ പ്രകാശത്തിന്റെ ആ കയറാകുന്ന ഖുർആൻ ഭൂമിയിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. ആ കയറിന്റെ ഒരറ്റത്ത് പിടിക്കാൻ ആർക്കൊക്കെ ഭാഗ്യം ലഭിച്ചുവോ അവരുടെ ഹൃദയങ്ങൾ കൂട്ടിയിണക്കപ്പെടും, അവർക്കിടയിൽ ഛിദ്രതയുണ്ടാകാൻ യാതൊരു വഴിയുമില്ല. അല്ലാഹുവിന്റെ കിതാബിലേക്ക് മടങ്ങുകയാണ് വേണ്ടത്, റബ്ബിന്റേതായ നിർദ്ദേശങ്ങളിലേക്ക് മടങ്ങുകയാണ് വേണ്ടത്. റബ്ബിന്റെ പാശത്തിൽ നിന്ന് പിടിവിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഉമ്മത്തിൽ പല കക്ഷികളുണ്ടാകും, ഛിദ്രതയുണ്ടാകും, അനൈക്യമുണ്ടാകും, പരസ്പരം പോരടിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പൊ ഈ ഒരു അടിസ്ഥാനപരമായ ബോധം നമ്മുടെ ഒക്കെ മനസ്സുകളിൽ ഉണ്ടാകണം വിശ്വാസികളെ. ഞാൻ ഇതെന്തിനാണ് സൂചിപ്പിച്ചത്? ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ച ഈ ഒരു സംഗതിക്ക് വിരുദ്ധമായി എന്റെ ഉമ്മത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്പോട്ടിൽ വെച്ച് ഛിദ്രിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടപ്പോൾ ആ സന്ദർഭങ്ങളിലൊക്കെ താക്കീത് നൽകുകയും ഗൗരവമായി അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. മഹാന്മാരായ സ്വഹാബിമാര് പറയുന്നുണ്ട്, ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂല് ഞങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ആ പ്രസംഗം കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ ജീവന്റെ ജീവനായ പ്രവാചകൻ ഇനി അധിക നാൾ ഞങ്ങളിൽ ഉണ്ടാകില്ല. ഈ ഭൂമിയോട്, ഈ ലോകത്തോട് വിട ചോദിക്കുകയാണ്, അവിടുത്തെ അവസാന നാളുകളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കിയ സഹാബിമാർ അള്ളാഹുവിന്റെ റസൂലിനോട് പറയാണ്, നബിയെ, അങ്ങയുടെ ഉപദേശം കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊരു വിട ചോദിക്കുന്നവന്റെ ഉപദേശമാണെന്ന്. അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ വിട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് നൽകാനുള്ള ഗൗരവമായ വല്ല ഉപദേശങ്ങളും ഉണ്ടെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് അനുചരന്മാർ നിബിതങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ സർവ്വ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ട ഒരു പ്രവാചക വചനത്തിന്റെ അവസാന ഭാഗം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. വേദനയോടെ തന്റെ സ്വഹാബത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിറകണ്ണുകളോടെ ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്റെ കാലശേഷം ആർക്കെങ്കിലും ഒക്കെ ജീവിക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ ഞാൻ ഈ കൂട്ടിപ്പിടിച്ച് ഒരുമയോടെ അള്ളാഹുവിന്റെ പാശം പഠിപ്പിച്ച് ദൈവത്തിന്റെ എല്ലാവിധ നിർദ്ദേശങ്ങളും പഠിപ്പിച്ച് ഒരുമയോടെ കൊണ്ടു നടക്കുന്ന ഈ സമുദായമില്ലേ, ആ സമുദായത്തിനിടയിൽ ധാരാളം ഛിദ്രതയും ഭിന്നിപ്പും ഉണ്ടാകുന്ന ഒരു കാലം വരാനുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ ഭിന്നിപ്പിൽ നിന്നും ഛിദ്രതയിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് വിശ്വാസികളെ ഒരുമയോടെ നിലകൊള്ളാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? വഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദീൻ, എന്റെ ചര്യയെയും
എന്റെ അനുചരന്മാരുടെ നടപടിക്രമങ്ങളെയും ആരാണോ അണപ്പല്ലുകൊണ്ട് കൂട്ടിപ്പിടിക്കുന്നത്, കടിച്ചു പിടിക്കുന്നത്, വിടാതെ പിടിക്കുന്നത്, അവനാണ് ആ കാലഘട്ടത്തിൽ രക്ഷയുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഖുർആനിന്റെ മാർഗത്തിലേക്ക്, സുന്നത്തിന്റെ മാർഗത്തിലേക്ക് വന്നാൽ അവിടെയാണ് ഛിദ്രതയും അനൈക്യവും ഉണ്ടായി പല കക്ഷികളായി മാറുന്ന ഒരു പരീക്ഷണ അതല്ലെങ്കിൽ ശിക്ഷയുടെ കാലം വരുമ്പോ നമുക്ക് രക്ഷയുള്ളത് അതാണ്. വിശ്വാസികളെ, മുസ്ലിം ഉമ്മത്ത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇന്ന് ലോകത്ത് മൊത്തത്തിലെടുത്തു നോക്കിയാൽ വലിയ പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉമ്മത്ത് അനുദിനം വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ്, ഛിദ്രിച്ചുകൊണ്ടിരിക്കുകയാണ്. പിശാചിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. പല കക്ഷികളായി പോരടിച്ചുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ ഈ ഉമ്മത്തിനെ പിടികൂടിയ ഏറ്റവും വലിയ രോഗമായി ഇന്ന് ലോകത്ത് ഛിദ്രതയും ഭിന്നിപ്പുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിസാര കാര്യങ്ങൾക്ക് പോലും മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ട ഈ ഉമ്മത്തിനിടയിൽ ഛിദ്രതയുണ്ടാക്കുകയും അങ്ങനെ പല കക്ഷികളായി മാറുകയും അതിൽ സന്തോഷമടയുകയും ചെയ്യുന്ന വളരെ പ്രയാസജനകമായ ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഭിന്നിപ്പ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു ശിക്ഷയാണ്. ഞാനൊരു വചനവും കൂടെ ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആം 65-ാമത്തെ വചനം. എന്താ അള്ളാഹ് പറയുന്നതെന്നറിയോ? നിങ്ങളെ അള്ളാഹു ഭിന്നിപ്പിക്കുക എന്നത്, അതല്ലെങ്കിൽ ഭിന്നിപ്പുണ്ടാകുക, കക്ഷിത്വമുണ്ടാകുക, എന്നിട്ട് അതിന്റെ പേരിൽ സന്തോഷിക്കുക, അതിന്റെ നേതാക്കന്മാരായി മാറുക, ഞാനൊരു കക്ഷിയുടെ നേതാവാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുക, ഇതൊക്കെ സത്യത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ ആ വ്യക്തിയിലും ആ വിഭാഗത്തിലും വന്നിറങ്ങി എന്നതിന്റെ അടയാളമാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നോക്കൂ, അള്ളാഹ് പറയുന്നത്, ഖുൽ നബിയെ പറയൂ, ഹുവൽ ഖാദിറു അലാ അൻ യബ്അത അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും, നിങ്ങളുടെ തലക്കുമീതെ അല്ലാഹുവിന്റെ, നിങ്ങളുടെ തലയിൽ നിന്ന്, നിങ്ങളുടെ മുകളിൽ നിന്ന് അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങളുടെ മേൽ അയക്കാൻ അവൻ കഴിവുള്ളവനാണ്. ഭൂമിയിൽ നിന്ന് പല രൂപത്തിൽ ആകാശത്ത് നിന്ന് ശിക്ഷ വരാൻ, ആ ശിക്ഷ അയക്കാൻ അല്ലാഹു കഴിവുള്ളവനാണ്. എന്നിട്ട് പറയാൻ ഔ മിൻ തഹ്തി അർജുലിക്കും, നിങ്ങളുടെ കാലിന്റെ അടിയിലൂടെ അല്ലാഹു നിങ്ങളിലേക്ക് ശിക്ഷ അയക്കാനും അവൻ കഴിവുള്ളവനാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്ന ഒരു കാര്യമുണ്ട്, നോട്ട് ദ പോയിന്റ്, ഔ യൽബിസകും ശിയഅൻ വയുദീക ബഅലകും ബഅസ ബഅലിൻ, നിങ്ങളെ പല കക്ഷികളായി ഭിന്നിപ്പിച്ച് നിങ്ങളിൽ പലർക്കും നിങ്ങൾക്കിടയിൽ തന്നെ പലരെ കൊണ്ടും അദാബിറക്കാൻ, പലരെ കൊണ്ടും നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ് എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹ് പറയാണ്. അപ്പൊ എന്താ മനസ്സിലായത്? 3 ശിക്ഷകൾ പറഞ്ഞു. ആ 3 ശിക്ഷകളിൽ പരസ്പരം ഭിന്നിക്കുകയും കക്ഷിത്വം ഉടലെടുക്കുകയും ചെയ്യുക എന്നത് മുസ്ലിം ഉമ്മത്ത് ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ ഫലമായി അള്ളാഹു അവർക്ക് നൽകുന്ന ശിക്ഷയുടെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യുക? ഭിന്നിപ്പും ഛിദ്രതയുണ്ടാകുമ്പോൾ എന്റെ ഖുത്ബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്, ഐക്യപ്പെടണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഭിന്നിപ്പുണ്ട്, കക്ഷിത്വമുണ്ട് എങ്കിൽ ഭിന്നിപ്പും ഛിദ്രതയും ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് നിലപാടെടുക്കണം? അതാണ് പ്രധാനം. 3 നിലക്കുള്ള നിലപാടുകളാണ് ജനങ്ങൾ എടുക്കുക ഭിന്നിപ്പുണ്ടാകുന്ന സമയത്ത്. ഒന്നാമത്തെ നിലപാട് ഏതാണെന്നറിയോ? വിഷയങ്ങളൊന്നും, ഏത് വിഷയത്തിലാണോ ഭിന്നിപ്പുണ്ടായത് അതൊന്നും പഠിക്കൊന്നും വേണ്ട, അതിനെക്കുറിച്ച് കൃത്യമായി അറിയുകയോ പഠിക്കുകയോ ഒന്നും വേണ്ട, ഒരു ചർച്ചയും വേണ്ട. നമ്മൾ എന്ത് ചെയ്യണം? ഐക്യപ്പെട്ടാൽ മതി എന്ന ഒരു നിലപാടെടുക്കുന്ന ആളുകൾ നമുക്ക് കാണാം. ഈ ചർച്ചയോ ഡിസ്കഷൻ ഒന്നും വേണ്ട, ഐക്യപ്പെടണം, ലക്ഷ്യം ഒരൊറ്റ ഐക്യം മാത്രമേ ഉള്ളൂ. രണ്ടാമതൊരു നിലപാടില്ല, അതെന്താണെന്നറിയോ? ഞാനിതിനൊന്നുമില്ല, ഞാനിതിനൊന്നിക്കില്ല, എനിക്കിതിനോടൊന്നിനും താല്പര്യമില്ല, ഞാനും എന്റെ ഇബാദത്തും എന്റെ റബ്ബും ബാക്കിയുള്ളതൊക്കെ കണക്കാണ്, ഞാൻ ഒന്നിലേക്കും ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകൾ. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. ഏത് വിഷയത്തിലാണോ ഭിന്നിപ്പുണ്ടായത് ആ ഭിന്നിപ്പിന്റെ വിഷയത്തിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്തു പറഞ്ഞു എന്ന് വസ്തുനിഷ്ഠമായി പഠിക്കുകയും അതിൽ കൃത്യമായ നിലപാടെടുക്കുകയും എന്നിട്ട് അതിലാർക്കെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ ഉമ്മത്തിൽ ഛിദ്രതയുണ്ടാക്കുക എന്ന ഛിദ്രതയുണ്ടാക്കാതിരിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ഛിദ്രതയുണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടുകൂടെ തന്നെ നസീഹത്തോടുകൂടെ ആ വിഷയത്തിൽ ജനങ്ങളെ ഉത്ബുദ്ധരാക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുകയും അവിടെ പക്വമായി നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു വിഭാഗം, അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. ഏത് വിഷയമാണെങ്കിലും. കാരണം ഹക്കും ബാത്തിലും കൃത്യമായ നിലക്ക് പഠിക്കാതിരുന്നാൽ അത് വേർതിരിക്കപ്പെടുകയില്ല, അതിൽ കൃത്യമായ നിലപാടെടുക്കാതിരുന്നാൽ പരലോകത്ത് രക്ഷപ്പെടുകയില്ല. കേവലം ഒരു ഭൗതിക ഐക്യമല്ല വേണ്ടത്. അതുകൊണ്ട് കൃത്യമായി വിഷയം പഠിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കുന്നതോടൊപ്പം തന്നെ മുസ്ലിമീങ്ങളുടെ വിശാലമായ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാകണം അവൻ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ
ഞാൻ എന്റെ പ്രസ്ഥാനം, എന്റെ വിഭാഗം, അതിലപ്പുറം എന്ത് പ്രശ്നം വന്നാലും ഞാൻ അതിൽ ഇടപെടൂല എന്നതല്ല. മറിച്ച് മുസ്ലിമീങ്ങൾക്ക് പൊതുവായി ഉണ്ടാകുന്ന വിശാലമായി ഐക്യപ്പെടാൻ പറ്റുന്ന മേഖലകളുണ്ട്. ആ മേഖലകളിൽ തന്റെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള വിശാലമായ മുസ്ലിം ഉമ്മത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി അവർക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ, അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുമ്പോൾ, ഭരണഘടനാപരമായ അവരുടെ അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടുമ്പോൾ, അങ്ങനെ ഒരു സമുദായം അനുദിനം ആക്രമിക്കപ്പെടുമ്പോൾ അവിടെ പക്ഷപാതിത്വത്തോടുകൂടെ നിലകൊള്ളാനല്ല നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മറിച്ച് ഉമ്മത്തിന് ഗുണകരമായ കാര്യങ്ങളിൽ എല്ലാ സങ്കുചിതത്വങ്ങളും മാറ്റിവെച്ചുകൊണ്ട് വിശാലമായ ഐക്യത്തിന് വേണ്ടി പണിയെടുക്കുകയും പ്രവർത്തിക്കുകയും അനീതിക്കെതിരെ എങ്ങനെയൊക്കെ പോരാടാൻ കഴിയുമോ ആ നിലക്ക് നമുക്ക് നൽകപ്പെട്ട അവകാശങ്ങൾക്ക് വേണ്ടി നമുക്ക് സമരം ചെയ്യാൻ, നമ്മുടെ രാജ്യം അനുവദിക്കുന്ന നിലക്കുള്ള സമര പോരാട്ടങ്ങൾ നടത്താൻ, അതിനുവേണ്ടി ഐക്യപ്പെടാൻ, ഒന്നിച്ചിരിക്കാൻ നമുക്ക് സാധിക്കണം. ചരിത്രത്തിൽ നിന്ന് ഞാനൊരു ഉന്നതമായ ഉദാഹരണം ഉദ്ധരിക്കട്ടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ ഹിൽഫുൽ ഫുദൂൽ? ചരിത്രപരമായി നമ്മൾ വായിക്കേണ്ട ഒരു ചരിത്ര സംഭവമാണത്. ഹിൽഫുൽ ഫുദൂൽ അതൊരു കരാറായിരുന്നു, ചരിത്രത്തിൽ അറിയപ്പെട്ട കരാറ്, പ്രഗൽഭർ പങ്കെടുത്ത കരാറ്, പ്രവാചക നിയോഗത്തിനു മുമ്പ് മക്ക സാക്ഷ്യം വഹിച്ച പ്രധാനപ്പെട്ട കരാറ്. ആ കരാറിൽ അല്ലാഹുവിന്റെ റസൂൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ നേതാവിന് അന്ന് 20 വയസ്സ് മാത്രം പ്രായമായിരുന്നു. ഞാനായിരുന്നു ആ കരാറിൽ പങ്കെടുത്ത ഏറ്റവും ചെറിയ ചെറുപ്പക്കാരനെന്ന് നേതാവ് പഠിപ്പിച്ച ആ കരാറിനെ കുറിച്ച് പ്രവാചകത്വത്തിന് ശേഷം ധാരാളം സന്ദർഭങ്ങളിൽ അവിടുന്ന് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു അങ്ങനെ ഒരു കരാറ്? എന്തായിരുന്നു അതിന്റെ കണ്ടന്റ്? അതേ, യമനിൽ നിന്ന് വന്ന അമുസ്ലിമായ ഒരു മനുഷ്യൻ മക്കയിൽ കച്ചവടം ചെയ്തപ്പോൾ അയാൾക്ക് മക്കയിലെ ധനാഢ്യനായ വലിയ തറവാട്ടുകാരനായ വലിയ കബീലക്കാരനായ ഒരു പണക്കാരൻ കൊടുക്കാനുള്ള പണം കൊടുക്കാതെ മുഷ്ടി കാണിച്ചപ്പോൾ യമനിൽ നിന്ന് വന്ന അമുസ്ലിമായ ആ ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ആ മനുഷ്യൻ മക്കയിലൂടെ തന്റെ അവകാശത്തിന് വേണ്ടി അലഞ്ഞു നടന്ന നിസ്സഹായമായ ഒരു അവസ്ഥ അവിടെ മനസ്സാക്ഷിയുള്ള ചില മനുഷ്യന്മാര് കണ്ടപ്പോൾ അവരൊന്നിക്കുകയായിരുന്നു. പറ്റില്ല, പാവപ്പെട്ട ആ മനുഷ്യന്റെ അവകാശ നിഷേധം അത് നമുക്കൊരിക്കലും വെച്ചു പൊറുപ്പിക്കാനാകില്ല. അങ്ങനെ അവിടെയുള്ള ചില പ്രഗത്ഭരായ ആളുകൾ ഒന്നിച്ചൊരു തീരുമാനമെടുക്കുകയായിരുന്നു. ഇല്ല, മക്കയിൽ ഇനി ഒരാളും ആക്രമിക്കപ്പെടാൻ പാടില്ല, ഒരാളുടെയും അവകാശം നിഷേധിക്കപ്പെടാൻ പാടില്ല. സമുദ്രത്തിൽ വെള്ളമുള്ള കാലത്തോളം, ഹിറാ പർവ്വതങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം ഇനി ഇവിടെ ആരും അതിക്രമിക്കപ്പെടുകയില്ല. അതുകൊണ്ട് നമുക്കൊന്നിക്കാം, സന്ധി ചെയ്യാം, ഉടമ്പടി ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉടമ്പടിയെടുത്ത ചരിത്രത്തിലെ പ്രഗത്ഭമായ ഉടമ്പടിയായിരുന്നു അത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം സന്ദർഭങ്ങളിൽ അതിനെ പുകഴ്ത്തി പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതെല്ലാം പാടെ വായിക്കുന്നില്ല. അവിടെ നോക്കൂ നിങ്ങൾ, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഉടമ്പടിയിൽ പങ്കെടുത്തപ്പോൾ അവിടെ അവന്റെ മതമോ അവന്റെ ദേശമോ അവന്റെ ഗോത്രമോ അവന്റെ ഭാഷയോ ഒന്നും അവിടെ പരിഗണിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അമുസ്ലിമായ ഒരു മനുഷ്യന്റെ അവകാശ ലംഘനം ഉണ്ടായപ്പോഴാണ് അങ്ങനെ ഒരു ഉടമ്പടി തന്നെ ചരിത്രത്തിൽ ഉണ്ടാകുന്നത്. അതെ, വിശാലമായി ഉമ്മത്തിന് ലഭിക്കേണ്ട കാര്യങ്ങളിൽ, ഉമ്മത്തിന് ലഭിക്കേണ്ട അവകാശങ്ങളിൽ, ഉമ്മത്ത് ആക്രമിക്കപ്പെടുമ്പോൾ, നീതി നിഷേധിക്കപ്പെടുമ്പോൾ വിശാലമായി ഒന്നിക്കാനും ഐക്യത്തോടുകൂടെ മുന്നേറാനും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനും നമുക്ക് സാധിക്കണം. അതോടൊപ്പം മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നമായ കക്ഷികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും കക്ഷിത്വം ആഗ്രഹിക്കുകയോ അതിനുവേണ്ടി പണിയെടുക്കുകയോ ചെയ്യരുത്. മറിച്ച് കക്ഷിത്വം ഉണ്ടാകുമ്പോൾ അതിനോട് വെറുപ്പ് കാണിച്ചുകൊണ്ട് തന്നെ വിഷയങ്ങൾ എന്താണെന്ന് കൃത്യമായി പഠിച്ച് കൃത്യമായി നിലപാടെടുക്കുകയും ഗുണകാംക്ഷയോടെ നസീഹത്തോടുകൂടെ ആ വിഷയത്തിൽ ഇസ്ലാമിന്റെ സമീപനം ഇതാണെന്ന് നമ്മുടെ സഹോദരങ്ങളോട് പറയാനും നമുക്ക് സാധിക്കണം. അതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബും അവന്റെ പ്രവാചകന്റെ ചര്യയും ശരിയായി നിലക്ക് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സദ്വൃദ്ധരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. വിശ്വാസികൾക്കിടയിൽ ഭിന്നതയും ഛിദ്രതയും ഉണ്ടാക്കാനല്ല അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മറിച്ച് എത്രമാത്രം അവർക്കിടയിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ കഴിയുമോ അതിനുവേണ്ടിയാണ് ഓരോ വിശ്വാസിയും എപ്പോഴും പണിയെടുക്കേണ്ടത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ നിങ്ങൾ, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുൻയാൻ യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു കെട്ടിടം പോലെയാണ്. ഈ ബിൽഡിംഗ്, അത് ഈ പള്ളി, അള്ളാഹുവിന്റെ മഹത്തായ ഈ ഭവനം, ഇതെങ്ങനെയാണ് ഇതിന്റെ ചുമരുകൾ നിലകൊള്ളുന്നത്? ഒരു ബിൽഡിംഗ് എങ്ങനെയാണ് നിലകൊള്ളുന്നത്? അതിന്റെ ഇഷ്ടികകളും അത് പടുത്തുയർത്തപ്പെടാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന കണ്ടന്റും പരസ്പരം എങ്ങനെ ശക്തി പകരുന്നുവോ അതുപോലെയാണ് വിശ്വാസികൾ ഒരാൾ മറ്റൊരാൾക്ക് ശക്തി പകർന്നുകൊണ്ടിരിക്കണം. യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ. ധാരാളം ഹദീസുകൾ, മസലുൽ മുഅ്മിനീന ഫീ തബാദ്ദിഹിം, വിശ്വാസികൾ അവരുടെ സ്നേഹത്തിലും വതറാഹുമിഹിം, അവർ പരസ്പരം കാണിക്കുന്ന കാരുണ്യത്തിലും വതആതുഫിഹിം, അവരുടെ പരസ്പര അനുകമ്പയിലും മസലുൽ ജസദിൽ വാഹിദ്, ഒരൊറ്റ ശരീരം പോലെയാണ്. ഇദഷ്തകാ മിൻഹു ഉദൂവുൻ തദഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. ആ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് പനി ബാധിച്ചാൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ, രോഗമുണ്ടായാൽ, വേദനയുണ്ടായാൽ പനി ബാധിച്ചുകൊണ്ട് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് പോലെയാണ് വിശ്വാസികൾ. ഈ പാഠം ശരിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ലംഘിച്ചാൽ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കൂല. ഒരൊറ്റ ഹദീസും കൂടെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവാചക വചനം നിങ്ങൾ കേട്ടോ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത പ്രവാചക വചനമാണ്. നമ്മളൊക്കെ സാധാരണ കേൾക്കാറുള്ളത് റമളാൻ മാസത്തില് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നല്ലേ? റമളാൻ മാസത്തിൽ മാത്രമല്ല, തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇത്നൈനി വയൗമൽ ഖമീസ്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച ദിവസങ്ങളിലും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. എന്നിട്ട് ഫയഗ്ഫിറുല്ലാഹു അസ്സ വജല്ല ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ. അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത സർവദാസന്മാർക്കും അല്ലാഹു പൊറുത്തു കൊടുക്കുന്നതാണ്. എല്ലാവർക്കും അല്ലാഹു പൊറുത്തു കൊടുക്കും. ഇല്ലാ റജുലൻ, ഒരാൾക്ക് പൊറുത്തു കൊടുക്കില്ല. ആരാന്നറിയോ? കാന ബൈനഹു വ ബൈന അഖീഹി ശഹ്ന. അയാളും തന്റെ സഹോദരനും ഒരുപാട് നാളായി, ഒരുപാട് കാലമായി തമ്മിൽ ഈർഷ്യതയോടെ, പരസ്പരം വെറുപ്പോടെ, കണ്ടാൽ മിണ്ടാതെ, ഒന്നിച്ചിരിക്കാതെ, പരസ്പരം സഹകരിക്കാതെ പുറംതിരിഞ്ഞ് നടക്കുന്നവരാണ്. അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. അവരെത്ര തന്നെ ഇസ്തിഗ്ഫാർ ചോദിച്ചാലും പുറത്തു കൊടുക്കൂല. അവരെ കുറിച്ച് പറയും, അന്ദിറു ഹാദൈൻ, അന്ദിറു ഹാദൈൻ, ഈ രണ്ടുപേരുടെ കാര്യങ്ങൾ നിങ്ങൾ അവിടെ വെച്ചേക്ക്, ഒന്ന് നീട്ടിവെച്ചേക്ക്. അവർ രണ്ടുപേരും ഒരുമിച്ച് അവർ ഐക്യപ്പെട്ട് മനസ്സ് നന്നാക്കി പരസ്പരം പൊരുത്തപ്പെട്ട് വരുന്നത് വരെ അവരുടെ പാപങ്ങൾ പൊറത്തു കൊടുക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാം. അപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിൽ വരെയുള്ള ഐക്യവും ഒരുമയും എത്രത്തോളമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ, പാപമോചനം റബ്ബിങ്കിലേക്ക് ഉയർന്നു പോകുമ്പോൾ അത് കബൂൽ ചെയ്യപ്പെടണമെങ്കിൽ, ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ, നമ്മൾ ഇങ്ങനെ നിസാരമായി കണ്ട് അകന്നുപോയി നിസാര പ്രശ്നങ്ങൾക്ക് വേണ്ടി തമ്മിലടിച്ച് രണ്ട് ധ്രുവങ്ങളായി മാറി ചിഹ്നിച്ചു ദുർബലമാകാനല്ല അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ പാഠം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഗൗരവമായ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ വന്നുപോയ അപരാധങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തീരുമാറാകട്ടെ. നമ്മളിൽ മാരക രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവർക്ക് അവരുടെ കടം എത്രയും വേഗം വീട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിമീങ്ങൾ ശത്രുക്കളാൽ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു എത്രയും വേഗം അവർക്ക് അവങ്കലിൽ നിന്നുള്ള സഹായവും സമാധാനവും അവരുടെ മേൽ വർഷിപ്പിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب قريب مجيب الدعوات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين وانصر عبادك الموحدين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم منزل الكتاب سريع الحساب اللهم احزمهم وزلزلهم. اللهم انصر من نصر الدين واخذل من خذل الإسلام والمسلمين. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأقم الصلاة.